ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ കലണ്ടർ നമുക്ക് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഇതിൻ്റെ എഡിറ്റും കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിലും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ആദ്യം നമുക്ക് എഡിറ്റിംഗ് നോക്കാം. ഞാൻ അതിന് ക്യാൻവ ആപ്പാണ് കേട്ടോ യൂസ് ചെയ്യണത്. ക്യാൻവയിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ നല്ല HD ഇതിൽ തന്നെ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ കഴിയും. അപ്പം ഇതിന് ആദ്യം A3 ഡോക്യുമെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. മുകളിൽ തന്നെ A3 ഡോക്യുമെൻ്റ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ സെർച്ച് ബാറിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി. എന്നിട്ട് താഴെ എലമെൻസിൽ പോവുക. എലമെൻസ് എന്ന് വെച്ചാൽ ഓപ്ഷനിൽ പോയിട്ട് ലൈനിൽ നിന്ന് അടിച്ചു കൊടുത്താൽ LINE എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് ആരോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ലൈന് കിട്ടും. അതേപോലെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഇതെന്താണെന്ന് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ A3 സൈസിലാണല്ലോ പ്രിൻ്റ് എടുക്കുന്നത്. അപ്പോൾ A5 സൈസിലുള്ളൊരു കലണ്ടർ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അടയാളം ഒന്നും ചെയ്യാതെ വേഗം കട്ട് ചെയ്യാന്നുള്ള അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഹാഫ് സർക്കിളിന് അടിച്ചു കൊടുത്താൽ നമുക്കൊരു സർക്കിൾ പകുതിയായിട്ടുള്ളൊരു സംഭവം കിട്ടും. അതായത് ഫ്രെയിം നമുക്കതിൽ ഫോട്ടോ വെക്കാനുള്ളതാണ്. ഈ ഒരു സംഭവം കിട്ടും. അത് ഇതുപോലെ തന്നെ ഓരോ കോളത്തിൻ്റെ ഫസ്റ്റായിട്ട് വെക്കുക. ഞാൻ പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ നമുക്ക് മുകളിൽ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാകും. ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മൾ 4 4 കോളത്തിലും 4 ഒരു ഭാഗത്താക്കിയിട്ട് നമുക്ക് അപ്ലോഡ്സിൽ പോയിട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മളിതുപോലെ തന്നെ 4 ഫ്രെയിമിൻ്റെ ഭാഗത്തോട്ട് നീക്കി വെച്ചാൽ തന്നെ ആ ഫ്രെയിമിൽ ഫില്ല് ചെയ്യുന്ന രൂപത്തിൽ ചെയ്യാൻ കഴിയും. എന്നിട്ട് നമ്മൾ ഫ്രെയിം അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് താഴെ ഒരു റീപ്ലേസ് എന്ന് വെച്ച് കണ്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ പോയിട്ട് അപ്ലോഡ്സിൽ പോവുക. നമുക്ക് വേണ്ട ഫോട്ടോസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അപ്ലോഡ്സിൽ പോവുക. എന്നിട്ട് നമ്മൾ കലണ്ടറിൽ കണ്ട പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ചെറിയ അവരെ ഫാമിലി ഫോട്ടോ ഒന്ന് ഷെയ്ഡായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ കോളത്തിന് അനുസരിച്ചാക്കിയിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ താഴെയുള്ള പൊസിഷൻ എന്ന് വെച്ചിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതിലിട്ട് ബാക്ക് എന്ന് കൊടുത്താൽ നമുക്ക് ഫ്രണ്ടിലോട്ട് നമുക്ക് സിംഗിൾ ഫോട്ടോ വരും. എന്നിട്ട് ട്രാൻസ്പെറൻറ്റിൽ പോവുക. അത് നമുക്ക് അനുസരിച്ചുള്ള ഞാനിവിടെ 26 ആണ് കൊടുത്തിട്ടുള്ളത്. അതന്നെ മതിയാകും. കാരണം പ്രിൻ്റ് എടുത്ത് വരുമ്പോൾ അത്യാവശ്യം ഇതിൽ തന്നെ വരും. എന്നിട്ട് പിന്നെ അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഒരേ സൈസിലുള്ള 4 വരുമ്പോൾ പിന്നെ നമുക്ക് ഏത് ഫോട്ടോ ആണോ മാറ്റേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. താഴെ റീപ്ലേസ് എന്ന് വെച്ചിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ട ഫോട്ടോസ് മാറ്റി കൊടുത്താൽ മതി. പിന്നെ ഫോട്ടോ ജസ്റ്റ് സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അത് മാത്രമായിട്ട് സെലക്ട് ആകും. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് നമ്മൾ സൂം ഔട്ട് ചെയ്യാം. ഇങ്ങനെ സൂം ഔട്ട് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഇത് കിട്ടും. എന്നിട്ട് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. എന്നിട്ട് ആ ഫോൾഡർ ഒന്നായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ടോട്ടൽ 3 ഫോൾഡറാണല്ലോ വേണ്ടത്. അപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ടുള്ളതും ബാക്കി 3 ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സെലക്ട് ചെയ്യുക. നമുക്ക് വേണ്ട ഫോട്ടോസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പം വേഗം സിമ്പിളായിട്ട് കിട്ടും. മറ്റേതെന്ന് വെച്ചാൽ ഫോൾഡർ റെഡിയാക്കണം, വീണ്ടും അതുപോലെ ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കുമല്ലോ. ഇതാകുമ്പോൾ അതുപോലെ തന്നെ കിട്ടിക്കോളും. ഫോട്ടോ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഇത് മാത്രം മതിയാകും. അപ്പോൾ എന്നിട്ട് ഇതൊക്കെ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ആ ഫോട്ടോ ആണെങ്കിൽ സൂം ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ടോട്ടൽ 12 ഫോട്ടോസ്, അതായത് 3 ഫോൾഡർ. A5 ആകുമ്പോൾ നമുക്ക് A3 സൈസിൽ തന്നെ A3ൻ്റെ ഇത് ഷീറ്റ് ആകുമ്പോൾ A5 നമുക്ക് ഒരു ഷീറ്റിൽ 4 പോകും. അപ്പോൾ ടോട്ടൽ 3 ഫോൾഡറും അതുപോലെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒന്നുമില്ല ബ്ലാങ്കും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അടുത്തത് താഴെ ടെക്സ്റ്റിൽ പോവുക. എന്നിട്ട് നമ്മൾ ജനുവരി ഓരോ കോളത്തിനനുസരിച്ച് ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നുള്ള അങ്ങനെ ഒരു ഇതിൽ വെച്ച് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ജനുവരി ആദ്യം ചെയ്ത പോലെ തന്നെ ജനുവരി ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ങനെ കോപ്പി ഇങ്ങനെ ചെയ്യാൻ കേട്ടോ.
അപ്പോൾ ആദ്യം ജനുവരി നമുക്കൊന്ന് ജസ്റ്റ് എഡിറ്റ് ചെയ്യാം. നമ്മൾ കളർ വേണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ബ്ലാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ കളർ വേണമെന്നുണ്ടെങ്കിൽ താഴെ കളറിലെ ഓപ്ഷനിൽ കൊടുക്കാം, നമ്മൾ ഇഷ്ടമുള്ള കളർ കൊടുക്കാം. എന്നിട്ട് പിന്നെ താഴെ ഒരു ഫോണ്ടിൽ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോണ്ട് സെലക്ട് ചെയ്യാം. നമുക്ക് കുറേ ഫോണ്ട്സ് അതിൽ നല്ല രസമുള്ള ഫോണ്ട്സൊക്കെ കാണാം. അപ്പോൾ ഞാൻ ഇതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് ഇതേപോലെ തന്നെ കോപ്പി ചെയ്യുക, 4 ഭാഗത്തേക്കും നീക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്നുള്ള രീതിയിൽ എഴുതി കൊടുക്കുക. പിന്നെ നമുക്കൊന്ന് കറക്റ്റാക്കി കൊടുക്കണമെങ്കിൽ കൊടുക്കുക. അതായത് നന്ന താഴത്തേക്കും മുകൾക്കും അല്ലാത്ത രീതിയിൽ തന്നെ. ബാക്കി നമുക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. പിന്നെ ജനുവരി സെലക്ട് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ഉണ്ടാകും 3 ഡോട്ടിൽ പോയിട്ട് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഫോൾഡർ ഉണ്ടല്ലോ അതിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്തതുപോലെ തന്നെ 3 ഡോട്ടിൽ പോയാൽ പേസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷനും ഉണ്ടാകും. അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ജനുവരി എന്നുള്ള ആ ഒരു ആദ്യം തന്നെ നമുക്ക് ബാക്കി ഡേറ്റൊക്കെ ആ കറക്റ്റിൽ തന്നെ നമുക്ക് ചെയ്യാം. പിന്നെ പോയിട്ട് ഫോണ്ടും കാര്യങ്ങളൊന്നും മാറ്റി കൊടുക്കണ്ട, ജസ്റ്റ് ആദ്യം തന്നെ ആ ഒരു മോഡൽ തന്നെ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ഫോൾഡർ ഉണ്ടല്ലോ അതിങ്ങനെ ഒന്ന് നീക്കി കൊടുത്താൽ, എന്നിട്ട് അതിൽ താഴെ ഡിസൈൻ എന്ന് വെച്ചിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എലമെൻസിൻ്റെ തൊട്ട് പിന്നിലെ ഡിസൈൻ അതിൽ 2025 കലണ്ടർ എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് അതുപോലെ തന്നെ കുറേ മോഡൽ കിട്ടും. അതിൽ സിമ്പിളായിട്ടുള്ളതൊന്ന് സെലക്ട് ചെയ്യുക. അതായത് കോളും കാര്യങ്ങളൊന്നും കൂടുതലില്ലാത്ത ഉണ്ടാവുമല്ലോ, അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത്. അതിൻ്റെ ആദ്യം ഉള്ള കോളൊന്നും ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ജനുവരി എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ അത് സെലക്ട് ചെയ്യുക. ഒരു സംഖ്യ മാത്രമല്ലാതെ ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ കണ്ട ഒരു ചെറിയൊരു സർക്കിൾ, ആ സർക്കിൾ ഒരു മൂലയിലുള്ള ആ സർക്കിൾ പിടിച്ചിട്ട് സെലക്ട് ചെയ്യുക. എന്നാലേ അത് ഒന്നായിട്ട് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് താഴെയുള്ള 3 ഡോട്ടിൽ പോവുക. അതിൽ കോപ്പി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മൾ ജനുവരി എന്നുള്ളൊരു കോൾ ഉണ്ടല്ലോ അവിടെ വന്നിട്ട് പേസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ 3 ഡോട്ടിൽ പോവുക, പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ കറക്റ്റിലുള്ളത് തന്നെ നിങ്ങൾക്ക് കോപ്പി ആയിട്ട് കിട്ടും. അതല്ല ഒരു കോളം സെലക്ട് ആവുകയും ചെയ്യും. നമ്മൾ സെലക്ട് ചെയ്തത് ഒരു ചെറിയ സംഖ്യ ആണെന്നുണ്ട്, ആ സംഖ്യയിലാണെന്നുണ്ടെങ്കിൽ അത് മാത്രമേ കോപ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. എന്നിട്ട് പിന്നെ ഇങ്ങനെ ചെയ്തിട്ട് ഈ മൂലയിലുള്ള സർക്കിൾ പിടിച്ചിട്ട് തന്നെ നമുക്ക് അതിനനുസരിച്ച് ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള കോളത്തിനനുസരിച്ച് ജനുവരി എന്നുള്ള ആ ഒരു ഇതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അതും ഈ ഒരു സർക്കിൾ പിടിച്ചിട്ട് തന്നെ വലിച്ചു കൊടുക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കോളം മാത്രമേ വലിഞ്ഞ് വരത്തുള്ളൂ. എന്നിട്ട് പിന്നെ നമുക്ക് കറക്റ്റിനാക്കി കൊടുക്കുക. നന്ന താഴത്തേക്കും എന്നിട്ട് ഒരു മിഡിൽ ഭാഗത്തായിട്ട് ഫില്ല് ചെയ്യുന്ന രൂപത്തിൽ തന്നെ മിഡിൽ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ താഴെ ഒരു ഫോണ്ട് സൈസ് എന്ന് വെച്ചിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നാൽ അതും ഇതുപോലെ തന്നെ സെലക്ട് ചെയ്യുമ്പോൾ ഒന്നാകെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഞാനിവിടെ ഒരു 25 ഒക്കെയാണ് കൊടുക്കുന്നത്. ഒരു മാക്സിമം ഒരു ആവറേജ് വലുപ്പത്തിൽ വരുന്നുണ്ട്. എന്നിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് അതുപോലെ തന്നെ ഫോണ്ടിൻ്റെ സൈസും ഫോണ്ടിൻ്റെ മോഡലും ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല നമുക്ക് ആ ഒരു സൺഡേ മൺഡേ എന്നുള്ള ആ ഒരു ബാറാണ് നമുക്ക് കളർ ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ അത് ഓരോന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് സെലക്ട് ആവും. ഒന്നായിട്ട് നമുക്കൊരു ഒരേ മോഡലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂലയിലുള്ള ആ സർക്കിൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഫോണ്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ ആ ഒരു കലണ്ടറിലുള്ള ആ ഒരു ഫോൾഡറിലോട്ട് പോവുക. എന്നിട്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫെബ്രുവരി സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ജനുവരി കാണിച്ച പോലെ തന്നെ നമ്മൾ ഫോണ്ടും കാര്യങ്ങളും സൈസൊക്കെ മാറ്റി കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോൾഡറിൽ തന്നെ 4 മാസങ്ങളാണല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്നാകെ സെലക്ട് ചെയ്യുക. ആദ്യം ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് 3 ഡോട്ടിൽ പോയിട്ട് സെലക്ട് മൾട്ടിപ്പിൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. ആ ഓപ്ഷനിൽ പോയാൽ നമുക്ക് ഈ 4 മാസങ്ങളും ഒരുപോലെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഫോൾഡറിൽ തന്നെ കൊണ്ടുവരാം. ഈ 4 തന്നെ പറ്റുള്ളൂ, കാരണം ഒരു ഫോൾഡറിൽ 4 മന്താണല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ കറക്റ്റ് ചെയ്ത് കൊടുത്താലും മതി. കോപ്പി ചെയ്യുക, 4 മന്തും കോപ്പി ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ കറക്റ്റ് മന്തിലോട്ട് ഇങ്ങനെ നീക്കി വെച്ചെടുത്താൽ മതി. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ
ഫോണ്ടിൻ്റെ കാര്യങ്ങളും അതുപോലെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുത്താൽ മതി. നമുക്ക് ഏത് ഇഷ്ടത്തിലാണ് ഫോണ്ട് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ നമ്മളെ ഇഷ്ടം തന്നെയാണല്ലോ. പിന്നെ ഫോണിൻ്റെ സൈസ് ഇതുപോലെ 4 കള്ളിയാണെന്നുണ്ടെങ്കിൽ 25 നമുക്ക്. ഇതുപോലെ തന്നെ ഒന്ന് മാത്രം സെലക്ട് ചെയ്താൽ എന്താ പറയുക, ആ ഒന്ന് മാത്രമേ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതല്ല ഈ മൂലയിലുള്ള ആ ഒരു സർക്കിളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നായിട്ട് ഒപ്പം സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓരോ ഇയറിലും നമുക്ക് ഓരോ സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടാവുമല്ലോ അല്ലേ. കലണ്ടറൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ബർത്ത്ഡേ ഉണ്ടാവും, ആനിവേഴ്സറി ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഏത് ഡേറ്റ് ആണോ എന്ന് വെച്ചാൽ അതൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ മാർച്ച് 17 ബർത്ത്ഡേ എന്നുണ്ടെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമേജസിൽ കേക്കിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ താഴെ എലമെൻറ്റ്സിൽ പോയിട്ട് ബർത്ത്ഡേ കേക്ക് എന്നോ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് സെർച്ച് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു കേക്കിൻ്റെ ഇത് കിട്ടും. അപ്പം അത് എന്നിട്ട് ആ ഒരു ഡേറ്റിൻ്റെ അവിടേക്ക് ആക്കിയാണ്ട് നമുക്ക് അതിനനുസരിച്ച് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. വലുപ്പത്തിന് കുറച്ച് ചെറുതായിട്ട് നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. മാർച്ച് 17 അല്ല, 11. അപ്പോൾ അത് 11 ഡിലീറ്റ് ആക്കിയിട്ട് ആ കേക്ക് അങ്ങോട്ടൊന്ന് വെച്ചിട്ടാൽ മതി. പിന്നെ അവിടെ ഹാപ്പി ആനിവേഴ്സറി അതുപോലെ തന്നെ എലമെൻറ്റ്സിൽ പോയിട്ട് ഹാപ്പി ആനിവേഴ്സറി സ്റ്റിക്കറോ ഹാപ്പി ആനിവേഴ്സറി എന്ന് എഴുതി കൊടുത്താൽ തന്നെ നമുക്ക് കുറേ ഒരു മോഡൽ കിട്ടും. എന്നിട്ട് ഇഷ്ടമുള്ള മോഡലിൽ പോയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ എന്നിട്ട് അത് ഇതേപോലെ തന്നെ അവിടേക്ക് വെച്ച് കൊടുക്കുക. അതാകുമ്പോൾ നമുക്കിങ്ങനെ കലണ്ടർ നോക്കുമ്പം ഒരു രസമാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എല്ലാം കൂടി എന്താ പറയുക അങ്ങനെ എഴുതി കൊടുത്തിട്ടോ. അതായത് ബർത്ത്ഡേ നമ്മൾ മെയ് 4 അവരെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ റിങ്ങിൻ്റെ ഒരു എലമെൻറ്റ്സിൽ പോയാൽ എൻഗേജ്മെൻറ്റ് റിങ്ങിൻ്റെ ഒരു ഇത് കിട്ടി. അപ്പോൾ അത് അവിടെ വെച്ച് കൊടുത്തു. പിന്നെ എന്താ പറയുക അങ്ങനെ ബർത്ത്ഡേക്ക് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് വെച്ച് കൊടുത്തു. അങ്ങനെ ഓരോന്ന്. അപ്പോൾ അവർക്ക് എന്താ പറയുക കലണ്ടർ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ എന്താ പറയുക ഒരു രസമാണ്, കാണാനും രസം തന്നെയാണ്. പിന്നെ നമുക്കിങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും അതൊരു ഇതാണ്. പിന്നെ ഈ മദീന മക്ക ഒക്കെയുള്ള സ്റ്റിക്കറൊക്കെ ഞാൻ പിന്നെ പിൻട്രസ്റ്റിൽ പോയിട്ട് എന്താ പറയുക ഡൗൺലോഡ് ചെയ്തതാണ്. എന്നിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഗൂഗിളിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കിയതാണ്. എന്നിട്ട് അത് ഇതേപോലെ തന്നെ നമ്മൾ അപ്ലോഡ്സിൽ പോയ സ്റ്റിക്കറായിട്ട് കിട്ടുമല്ലോ. എന്നിട്ട് ആ ഒരു ഇതിനനുസരിച്ച് ആ ഡേറ്റിൻ്റെ അത് ഡിലീറ്റ് ആക്കിയിട്ട് വെച്ച് കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ ഓരോ ഡേറ്റിനും നമ്മൾ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഓരോ സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടാവും, നമുക്ക് മറക്കാൻ പറ്റാത്ത ഓരോ സ്പെഷ്യലായിട്ടുള്ള കുറേ ഡേയ്സൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ അനുസരിച്ച് നമുക്ക് ഏത് സ്റ്റിക്കറാണോ അതിന് ബന്ധപ്പെട്ടതെന്ന് വെച്ചാൽ കുറേ എലമെൻറ്റ്സിലുണ്ടാകും. എന്നാലും ഇല്ല എന്നുള്ളത് നമുക്ക് ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ പിൻട്രസ്റ്റ് പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോ ഇതുണ്ടാവുമല്ലോ. പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവർന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഏത് ഫോട്ടോ അത് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ കിട്ടും, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുള്ളത് കിട്ടും. എന്നിട്ട് ഇതുപോലെ അപ്ലോഡ്സിൽ പോവുക, എന്നിട്ട് അപ്ലോഡ് ചെയ്യുക, ഇത് ചെയ്യാം. അങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി കൊടുത്താൽ മതി. നമുക്ക് ആ കറക്റ്റ് ഡേറ്റിന് തന്നെ ഓർഡറൊക്കെ ആണ് നമുക്ക് പുറത്തേക്ക് ചെയ്ത് കൊടുക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ ആ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റാಗಿ നോക്കുക. എന്നിട്ട് പിന്നെ ആ കലണ്ടറിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ അത് നമ്മളൊന്ന് സൂം ഔട്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് ഒരു ഫോൾഡറും കൂടി ബ്ലാങ്ക് ആയിട്ട് എടുത്തിട്ട് എന്നിട്ട് പിന്നെ നമുക്ക് ഫ്രണ്ട് പേജ് വേണമല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ എലമെൻറ്റ്സിൽ പോവുക, പിന്നെ ലൈനെന്ന് വെച്ചിട്ടുള്ള ആ ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ലൈൻ കൊടുക്കുക.
എന്നിട്ട് നമുക്ക് ഒരു A5 സൈസിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ലൈന്, അതായത് 2-4 കോളാണെന്നുണ്ടെങ്കിൽ ഒരു കോളം മാത്രം ആക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. 2 ലൈനും ഇതുപോലെ ചെയ്ത് ഞാൻ എന്താ പറയുക, കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. എന്നിട്ട് ഇതുപോലെ ഒരു കോളം മാത്രം ആക്കിയിട്ട് ചെയ്ത് കൊടുത്താലും മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ പിൻട്രസ്റ്റിൽ പോവുക. പിന്നെ ഞാനിവിടെ ചെയ്തത്, നമുക്ക് ഏത് ഫ്രണ്ട് പേജ് കൊടുക്കല്ലോ. അപ്പോൾ ഞാനിവിടെ ഒരു സ്പ്ലാഷ് എഫക്റ്റാണ് എടുത്തിട്ടുള്ളത്. അതായത് പിൻട്രസ്റ്റിൽ പോയിട്ട് സ്പ്ലാഷ് എഫക്റ്റ് ബ്ലാക്ക് എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് ഒരുപാട് മോഡൽ അതിലുണ്ടാകും. എന്നിട്ട് അതിൽ നമുക്ക് ഇഷ്ടപ്പെടും. ഞാനിപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ ഒരു സ്പ്ലാഷ് ആ ഒരു ഇതാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിക്സാർട്ട് ഉണ്ടല്ലോ, അതിലാണ് ബാക്കി എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് അതിൽ ഇതുപോലെ തന്നെ താഴെയുള്ള എഡിറ്റ് ചെയ്യുക ഫോട്ടോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്താ പറയുക, നമ്മൾ ആദ്യം ആ സ്പ്ലാഷ് ഉണ്ടല്ലോ അത് ഇതിലോട്ട് കൊണ്ടുവന്നിട്ട് താഴെ ആഡ് ഫോട്ടോ എന്നുണ്ടാവും. അതിൽ നമുക്ക് വേണ്ട ഫോട്ടോസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ആ ഒരു ഫില്ല് ചെയ്യുന്ന രൂപത്തിൽ ഈ ഫോട്ടോ ഒന്ന് കൊണ്ടുവരിക. എന്നിട്ട് പിന്നെ താഴെ ഒരു ബ്ലെൻഡ് എന്ന് വെച്ചിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് നോക്കിയിട്ട് സ്ക്രീനിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ നമുക്ക് ആ ഒരു ബ്ലാക്കുള്ള ഭാഗത്ത് നമ്മൾ ഫോട്ടോ ഫില്ലായിട്ട് വരും. എന്നിട്ട് ഇതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് നേരെ ക്യാൻവയിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഗാലറി പോയിട്ട് സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ക്യാൻവയിൽ അത് അപ്ലോഡായിട്ട് വരില്ല. അത് നേരെ മറിച്ച് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ക്യാൻവയിലോട്ട് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്താൽ താനെ പോയിട്ട് അത് അപ്ലോഡാകും. എന്നിട്ട് പിന്നെ നമ്മൾ ആദ്യം എഡിറ്റ് ചെയ്ത് തന്നെ പോയിട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇവിടെ പോയിട്ട് താഴെ അപ്ലോഡ്സിൽ പോയാൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത ആ ഒരു ഫോട്ടോ ഉണ്ടാകും. എന്നിട്ട് പിന്നെ നമ്മൾ ആ ഒരു കോളത്തിന് ഭാഗമായിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എല്ലാം കൂടെ ഒരു ഫില്ല് ചെയ്തുന്ന രൂപത്തിൽ ജസ്റ്റ് എന്താ പറയുക, ഞാൻ ഒന്ന് ഫ്ലിപ്പ് ആവുന്നുണ്ട്. കാരണം എന്താ പറയുക, ഈ ഒരു ഭാഗത്തായിട്ട് വരുമ്പോൾ നമുക്ക് 20-25 കൂടി എഴുതണമല്ലോ. ആ ഒരു ഭാഗത്താവുമ്പോൾ സ്പേസും ഉണ്ടാകും. എന്നിട്ട് പിന്നെ 20-25 നമ്മൾ എഴുതി കൊടുക്കാം. അതായത് ഞാനിവിടെ ആദ്യം 2 ആണ് എഴുതി കൊടുക്കുന്നത്. ആ കറക്റ്റിൽ തന്നെ അല്ലാതെ തന്നെ നമുക്കൊരു ഇടവിട്ട് കണ്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം 2 എഴുതിയിട്ട് നമുക്കിഷ്ടപ്പെട്ട ഫോണ്ട് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു ഫോണ്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ തന്നെ ഇത് കോപ്പി ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. എന്നിട്ട് എന്താ പറയുക, 0 അതുപോലെ 5 2 ഒക്കെ ഒന്ന് ആക്കി കൊടുക്കുക. പിന്നെ അപ്പോൾ നമുക്ക് ഒരു മോഡൽ വേറെ മോഡൽ, മറ്റേത് എന്താണെന്ന് വെച്ചാൽ നേരിട്ടേ കിട്ടുള്ളൂ. ഇതാവുമ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഒരു മോഡലായിട്ട് കിട്ടും. എന്നിട്ട് പിന്നെ അത് ഒന്നായിട്ട് നമുക്ക് ഏതൊരു ഇതിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്ത് കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യുന്നത്. ഡൗൺലോഡ് ചെയ്യുമ്പോൾ നേരിട്ട് ഗാലറിയിൽ സേവ് ചെയ്യുന്ന രൂപത്തിലല്ലാതെ ലാസ്റ്റുള്ള ആ ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ പോയിട്ട് ഡൗൺലോഡിൽ PDF സ്റ്റാൻഡേർഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിലാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് നേരിട്ട് പ്രിൻ്റ് ചെയ്താൽ മതി. അതാവുമ്പോൾ നമുക്ക് പക്ക നല്ലൊരു ക്ലിയറിലായിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ അടിപൊളി ക്ലിയറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള എനിക്ക് വേറൊരു ഓർഡർ കിട്ടിയിട്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഫോൾഡർ ഏതായാലും സ്പേസ് ഉണ്ടല്ലോ, ഷീറ്റ് ഏതായാലും സ്പേസ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തതാണ്. ഇത് പിന്നെ സ്പേസ് ഉണ്ടായപ്പം കുറച്ച് താങ്ക് യു കാർഡൊക്കെ ഞാൻ ചെയ്ത് നോക്കിയതാണ്. പിന്നെ ഇത് പിന്നെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല ആ ഒരു ഒറിജിനാലിറ്റി തന്നെ നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പ്രിൻറ്റിങ്ങിനെന്ന് വെച്ചാൽ 30 രൂപയാണ് ഒരു ഷീറ്റ് പ്രിൻ്റ് ചെയ്യാൻ റേറ്റ് വരുന്നത്. അപ്പോൾ ടോട്ടൽ നമുക്ക് 4 ഷീറ്റാണ് പ്രിൻ്റ് ചെയ്യാനുള്ളത്. പക്ക ഒരു ഒറിജിനാലിറ്റി നമുക്ക് കണ്ടാൽ തന്നെ നല്ലൊരു ക്ലിയർ, നല്ല ക്വാണ്ടിറ്റി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. നല്ലൊരു ഇതിൽ തന്നെ ക്വാണ്ടിറ്റി തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമുക്ക് ആ ഒരു സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആ ലൈൻ കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് വേഗം അത് നമ്മൾ കട്ട് ചെയ്താൽ നമുക്ക് പിന്നെ വേറൊരു സ്കെയിൽ വെച്ചിട്ട് നമുക്ക് അളന്ന് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ കറക്റ്റിൽ തന്നെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതെന്ന് വെച്ചാൽ എന്താ പറയുക, ഞാൻ ഷോപ്പ് പോയിട്ടാണ് ബൈൻഡ് ചെയ്യണത്. ഇത് എന്താ പറയുക, ആ ഷോപ്പിലെല്ലാം ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ബൈൻഡിങ് ആണ് ചെയ്യണത്. നമ്മളിപ്പോൾ 2 ബൈൻഡിങ് മുന്നേ കണ്ടല്ലോ, അതായത് ഒന്ന് ഷോപ്പിൽ നിന്ന് ചെയ്യണതും
അതുപോലെ തന്നെ ഒന്ന് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യണതുമാണ്. അപ്പോൾ ഇതാണ് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനൊരു വയറുണ്ട്, അതായത് ഈ ഒരു വയറുണ്ടല്ലോ, അതിനിപ്പോൾ 30-40 ഒക്കെയാണ് ഷോപ്പിൽ വില, കറക്റ്റ് ഓർമ്മയില്ല. എങ്ങനെയായാലും വില ജസ്റ്റ് കുറവ് തന്നെയാണ്. എന്നിട്ട് പിന്നെ ഒരു ഷീറ്റ് എടുക്കുക, എന്നിട്ട് ഒരു 1 സെൻറ്റിമീറ്റർ അകലത്തിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു ഷീറ്റിന് നന്ന താഴത്തേക്കല്ലാതെ തന്നെ അതിന് മുകളിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ, കാരണം ആ വയറിൻ്റെ സ്പേസും കൂടി അതിൻ്റെ ഉള്ളിലോട്ട് കൊള്ളണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ പേപ്പറിൻ്റെ പേപ്പർ കട്ടർ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് നമ്മളിങ്ങനെ പഞ്ച് ചെയ്ത് കൊടുക്കുക. ഐ മീൻ ആ ഒരു നമ്മൾ അടയാളപ്പെടുത്തിയ ആ ഒരു ഇതിൽ തന്നെ നമ്മൾ കറക്റ്റായിട്ട് മെല്ലെ മെല്ലെ ചെയ്ത് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, നമ്മൾ ബാക്കിയുള്ള ഷീറ്റും ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്നെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് 1 സെൻറ്റിമീറ്റർ അകലത്തിൽ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മുന്നേ ചെയ്തിട്ടുള്ള ആ ഷീറ്റിൽ ഇനിയിപ്പോൾ ചെയ്യാനുള്ള ഷീറ്റ് ഉണ്ടാവുമല്ലോ, അത് ഇതേപോലെ വെച്ചെടുത്ത് വീഡിയോ കാണുന്ന പോലെ തന്നെ വെച്ചെടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താലും കറക്റ്റ് കിട്ടിക്കോളും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ കറക്റ്റാണോ എന്നുള്ളത് നോക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ലാസ്റ്റ് എല്ലാം കൂടി ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെയ്തൊരു സംഭവം ഉണ്ടല്ലോ, ഒരു ഷീറ്റ് എടുത്തിട്ട് വേറൊരു ഷീറ്റും കൂടി എടുക്കുക. എന്നിട്ടും വീഡിയോ കാണുന്ന പോലെ തന്നെ എന്താ പറയുക, നമ്മൾ മാർക്ക് ചെയ്യാത്ത രൂപത്തിൽ ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കി കൊടുത്താൽ മതി. അതാവുമ്പോൾ പിന്നെ എന്താ പറയുക, ഈ ഷീറ്റ് ഇളകാതെ നോക്കണം. ഇളകിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ലാസ്റ്റ് ബൈൻഡ് ചെയ്യുമ്പോഴേക്കാരും ഇതിൻ്റെ ബുദ്ധിമുട്ട് വരില്ല. കാരണം ഹോൾ സെറ്റ് മാറിപ്പോയാൽ അതായത് നമുക്ക് ഇതാക്കാൻ കഴിയില്ല, ആ വയറിങ്ങനെ ഇതിലോട്ട് വെക്കാൻ കഴിയില്ല. അപ്പോൾ അത് ഞാൻ എല്ലാം കൂടി ചെയ്തിട്ടുണ്ട്. ഏകദേശമൊക്കെ എന്താ പറയുക, ആ കറക്റ്റിൽ തന്നെ വന്നിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ ചെയ്യുമ്പോൾ ഹാൻഡ് മെയ്ഡല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് വരുമല്ലോ. മാക്സിമം വരാതെ നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ വയർ എന്താ പറയുക, ഇടുമ്പം കറക്റ്റിലായിട്ട് കിട്ടൂല. എന്നിട്ട് പിന്നെ നമ്മൾ ഈ വയറിങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ ഇലാസ്റ്റിക് ചെയ്യുന്നൊരു ഇതാണ് കേട്ടോ. പിന്നെ എന്നിട്ട് അതിങ്ങനെ ആദ്യം ഹോൾസിലാക്കിയിട്ട് നമ്മൾ ബാക്കിലുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ക്ലിയർ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇതിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. വീഡിയോയിൽ ഇങ്ങനെ പറയണത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. ഞാൻ സാധാരണ കോമൺ ആയിട്ട് സംസാരിക്കണ പോലെ തന്നെയാണ്. ഐ മീൻ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ജസ്റ്റ് എന്താ പറയുക, ഈ ഒരു മുൻഭാഗവും അതുപോലെ തന്നെ ഈ മുൻഭാഗം ഇതുപോലെ ഹോൾസിൽ തന്നെ ആക്കി കൊടുക്കുക. അതുപോലെ പേപ്പാകം ഇങ്ങനെ തിരിച്ചു കൊടുത്താലും മതി. ഇനി അതെല്ലാം നമ്മൾ എങ്ങാനും ഹോൾസെറ്റ് തെറ്റിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആവും നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഭാഗം ഫസ്റ്റത്തെ ഭാഗം നമുക്ക് ആ ഹോൾസിൽ തന്നെ കറക്റ്റാക്കി കൊടുക്കുക. ഈ ഭാഗം ഒന്നും തിരിച്ചു കൊടുത്താൽ തന്നെ ഓൾറെഡി അതിങ്ങനെ ചുറ്റി ഇങ്ങനെ പൊയ്ക്കോളും. സംഭവം കാണുമ്പം ഇത്തിരി സുഖമാണെന്നുണ്ടെങ്കിലും എന്താ പറയുക, ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് എന്താ പറയുക, നമുക്ക് ആ ഒരു കറക്റ്റിൽ തന്നെ കിട്ടണമല്ലോ. ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ഇതിൽ തന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പേപ്പറൊക്കെ കീറിപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പേപ്പറൊക്കെ ചിലപ്പോൾ കീറിപ്പോകാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ എന്നിട്ട് പിന്നെ ഇതുപോലെ തന്നെ ലാസ്റ്റും ഇതുപോലെ ശ്രദ്ധിക്കുക. ഐ മീൻ നമ്മളിങ്ങനെ മറിക്കുമ്പോൾ ഇതാവരുത്, പേപ്പറിനൊരു ഇത് വരട്ടല്ലോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് പുറത്തേക്കൊരു ഇത് വെക്കണം. കറക്റ്റിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാതെ തന്നെ പുറത്തേക്ക് കുറച്ച് ബാക്കി വെക്കുന്ന രൂപത്തിൽ തന്നെ ആക്കി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ബൈൻഡ് ചെയ്യണതിന് മുമ്പും ശേഷവും മാസങ്ങളൊക്കെ ഒന്ന് കറക്റ്റാണോ നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ഊരിയിട്ട് പണിയാകും. പിന്നെ ബാക്കി വരുന്ന ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഈ ഒരു ഭാഗം പുറത്തേക്ക് വരുന്നത് നല്ല തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കലണ്ടർ. ഇതാണ് ബൈൻഡ് ചെയ്ത്, അതായത് ഷോപ്പിൽ നിന്ന് ബൈൻഡ് ചെയ്യാൻ A5-ന് 80 രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മറിക്കാൻ സിമ്പിളായിരിക്കും. മറ്റേത് നമ്മൾ ഹാൻഡ് മെയ്ഡ് ചെയ്തത് ഇത്തിരി ഒരു ഇതുണ്ടാകും. കറക്റ്റിൽ തന്നെ മറിച്ചെടുത്താൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ പറയുക, ഉപകാരപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ സന്തോഷം. അപ്പോൾ ശരി, ബൈ.